കുഞ്ഞുമക്കൾക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മൾ പഠിച്ചത് ഒരക്ക സംഖ്യയുടെ കൂട്ടലാണ് അല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് രണ്ടക്ക സംഖ്യയുടെ സങ്കലനം പഠിച്ചാലോ. അപ്പോൾ ആദ്യത്തെ കണക്ക് 27 + 18. അപ്പോൾ നമുക്ക് 27-ലെ ഈ 7-ൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഒറ്റ, 2-ൻ്റെ സ്ഥാനം 10. അപ്പോൾ 18-ലോ 8-ൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഒറ്റ, 1-ൻ്റെ സ്ഥാനം 10. അപ്പോൾ നമുക്കിത് നിങ്ങളുടെ അടിയിലേക്ക് എഴുതാം. 27 നമ്മൾ ആദ്യം എഴുതേണ്ടത്. 27 എഴുതി പ്ലസ് ഇട്ടു, നടുവിൽ ഒരു വര വരയ്ക്കുക. അതായത് ഇതൊറ്റ, ഇത് 10. അപ്പോൾ ഇത് കറക്റ്റ് ഇതിൻ്റെ അടിയിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് നടുവിൽ വര വരയ്ക്കണത് കേട്ടോ. അപ്പോൾ 18-ലെ ഒറ്റയുടെ സ്ഥാനത്ത് എത്രയാ? 8 അല്ലേ. 10-ൻ്റെ സ്ഥാനത്തോ 1. ഇനി നമുക്ക് കൂട്ടാം. 7ഉം 8ഉം കൂടി കൂട്ടുക. അപ്പോൾ നമുക്ക് 7 മനസ്സിൽ വെച്ചിട്ട് 8 വിരലെടുത്തിട്ട് 7 കഴിഞ്ഞാൽ 8, 9, 10, 11, 12, 13, 14, 15 ഇങ്ങനെ കൂട്ടാം. അതല്ലെങ്കിൽ 7 മനസ്സിൽ വെച്ചിട്ട് 8 വരവിടെ വരച്ചിട്ട് 1, 2, 3, 4, 5, 6, 7, 8 8 വര വരച്ചിട്ട് നമുക്ക് ഇങ്ങനെ കൂട്ടാം. 7 കഴിഞ്ഞാൽ 8, 9, 10, 11, 12, 13, 14, 15. അപ്പോൾ നമുക്ക് 15 കിട്ടിയില്ലേ. ഈ 15-നെ നമുക്ക് അങ്ങനെ തന്നെ ഇങ്ങോട്ട് എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ 15-ലെ ഒറ്റയുടെ സ്ഥാനത്ത് എത്രയാണ് കിടക്കുന്നത്? 5. 10-ൻ്റെ സ്ഥാനത്തോ 1. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒറ്റയുടെ സ്ഥാനത്തുള്ള 5-നെ ഇവിടെ ഒറ്റയുടെ സ്ഥാനത്തേക്ക് ഈ 5-നെ എഴുതുക. അപ്പം 5 ഇവിടെ എഴുതി. ഇനി ഈ 10-ൻ്റെ സ്ഥാനത്തുള്ള 1 അത് നമുക്കിവിടെ 10-ൻ്റെ സ്ഥാനത്ത് മുകളിൽ എഴുതുക. എന്നിട്ട് ഇത് 3ഉം കൂടി കൂട്ടുക. ഇനി 10-ൻ്റെ സ്ഥാനത്ത് ഏതാ കിടക്കുന്നത്? 2ഉം 1ഉം. 2, 1 എത്രയാ? ഒരു വിരലെടുക്കുക. 2 കഴിഞ്ഞാൽ 3. 3ഉം 1ഉം 4. മനസ്സിലായ? അപ്പോൾ 27 + 18-ൻ്റെ ഉത്തരം എത്രയാ? 45. മനസ്സിലായില്ലേ? എളുപ്പമല്ലേ ഇത്? അടുത്ത കണക്ക് 38 + 24. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എഴുതാം. 38-നെ നമുക്ക് ഇവിടേക്ക് ഇറക്കിയിടാം. ഇനി ഈ ഒറ്റ 10ഒക്കെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നിട്ട് അതെപ്പോഴും എഴുതണ്ട. അപ്പോൾ ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് എത്രയാ? 8. 10-ൻ്റെ സ്ഥാനത്ത് എത്രയാ? 3. അപ്പോൾ ഈ 24-ലോ ഒറ്റയുടെ സ്ഥാനത്ത് ഏതാ? 4. അപ്പോൾ നമുക്കത് ഇങ്ങോട്ട് ഇറക്കിയിട്ടു. 10-ൻ്റെ സ്ഥാനത്ത് ഏതാ? 2. എന്നിട്ട് കൂട്ടുക. കൂട്ടുമ്പോൾ 8 മനസ്സിൽ വെച്ച് 4 വിരലെടുത്ത് 8 കഴിഞ്ഞാൽ 9, 10, 11, 12 ഇങ്ങനെ കൂട്ടാം. അല്ലാത്ത കയ്യുമ്മ എടുത്ത് കൂട്ടുമ്പോൾ ബുദ്ധിമുട്ടുള്ള മക്കൾക്ക് 8 അവിടെ നിർത്തിയിട്ട് 4 വര വരയ്ക്കുക. 4 വര വരച്ചിട്ട് 8 കഴിഞ്ഞാൽ 9, 10, 11, 12 ഇതാകുമ്പോൾ പിന്നെ വിരൽ മടങ്ങുക, നിവരുക അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നുമില്ല. നമുക്ക് വേഗം ആൻസർ കിട്ടും. എന്താ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ വരയുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് എണ്ണാൻ നോക്കുക. അതുപോലെ തന്നെ വരയ്ക്കുന്ന നമ്പറും കറക്റ്റായിരിക്കണം. 4 ഇവിടെ എഴുതിയിട്ട് ഇവിടെ 5 വര വരയ്ക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എത്ര ഉത്തരം കിട്ടിയത്? 8 കഴിഞ്ഞാൽ 9, 10, 11, 12. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 12-ലെ ഒറ്റയുടെ സ്ഥാനത്ത് ഏതാ നിൽക്കുന്നത്? 2 അല്ലേ. അപ്പോൾ ആ 2-നെ നമ്മൾ ഇവിടേക്ക് എഴുതി. ആ 1 നമുക്ക് ഇവിടെ എഴുതാം. നമുക്ക് ഈ 10-ൻ്റെ സ്ഥാനത്തുള്ള സംഖ്യകളുടെ കൂടെയാണ് ഇവിടെ ബാലൻസ് വരുന്ന സംഖ്യ നമുക്ക് കൂട്ടേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എഴുതിയത് കേട്ടോ. അപ്പോൾ ഇത് ചെറിയ സംഖ്യ ആയതുകൊണ്ട് നമുക്ക് കൂട്ടാൻ എളുപ്പമാണ്. 3ഉം 2ഉം എത്രയാ? 2 വിരലെടുക്കുക. 3 കഴിഞ്ഞാൽ 4, 5. 5ഉം 1ഉം 6. അപ്പോൾ എത്ര ഉത്തരം കിട്ടിയത്? 62. അപ്പോൾ 38 + 24 എത്രയാണ് കിട്ടിയത്? 62. ഇനി നമുക്ക് അടുത്തൊരു കണക്ക് നോക്കാം. കുറച്ച് വലിയ സംഖ്യ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ
89 പ്ലസ് 43. അപ്പോൾ നമ്മൾ 89 അങ്ങനെ താഴത്തേക്ക് എഴുതി വരച്ചു. 89 ഒറ്റയുടെ സ്ഥാനം 9, 10ൻ്റെ സ്ഥാനത്തുള്ളത് 8. 43 ഒറ്റയുടെ സ്ഥാനത്തുള്ളത് 3, 10ൻ്റെ സ്ഥാനത്തുള്ളത് 4. അപ്പോൾ നമുക്കിവിടെ ഒറ്റയുടെ സ്ഥാനത്തുള്ളത് എത്രയാ? 43 3. അതിവിടെ എഴുതി. 10ൻ്റെ സ്ഥാനത്ത് ഏതാ? 4. ഇനി നമുക്ക് കൂട്ടാം. അപ്പോൾ 9ഉം 3 നമുക്ക് കൂട്ടേണ്ടത്. അപ്പോൾ 3 വിരലല്ലേ നമുക്ക് എടുക്കേണ്ടുള്ളൂ. അപ്പോൾ ഇത് സുഖമായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ 9 കഴിഞ്ഞാൽ 10, 11, 12. 12 ഇവിടെ എഴുതുക നമ്മൾ. എന്നിട്ട് 12 ഒറ്റയുടെ സ്ഥാനത്ത് ഏതാ? 2. ആ 2നെ നമ്മൾ ഇവിടേക്ക് എഴുതി. ബാക്കി 1നെ നമ്മൾ എവിടെ എഴുതേണ്ടത്? ഈ 10ൻ്റെ സ്ഥാനത്തേക്ക് ഇങ്ങനെ മുകളിൽ എഴുതുക. ഇനി ഇത് നമുക്ക് 3ഉം കൂടി കൂട്ടുക. അപ്പോൾ 8ഉം 4 എത്രയാ? 4 വിരലെടുക്കുക. 8 കഴിഞ്ഞാൽ 9, 10, 11, 12. 12ഉം 1ഉം 13. ഉത്തരം കിട്ടിയില്ലേ? അപ്പോൾ 89 പ്ലസ് 43 എത്രയാ? 132. എളുപ്പല്ലേ? അതായത് 89 ഒറ്റയുടെ സ്ഥാനത്ത് 9, 10ൻ്റെ സ്ഥാനത്ത് 8. 43 ഒറ്റയുടെ സ്ഥാനത്ത് എത്രയാ? 3, 10ൻ്റെ സ്ഥാനത്ത് 4. 89 നമ്മളിങ്ങോട്ട് ഇറക്കിയിട്ടു. ഈ 43 നമ്മളിങ്ങോട്ട് ഇറക്കിയിട്ടു. എന്നിട്ട് കൂട്ടുക. ഇനി നമുക്ക് 3 അക്ക സംഖ്യയുടെ സങ്കലനം നോക്കിയാലോ. അപ്പോൾ 127 പ്ലസ് 12. അപ്പോൾ ഇതിൽ നേരത്തെ നമുക്കിവിടെ 2 അക്കം ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. ഇപ്പം 3 അക്ക സംഖ്യ ഉണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ഇതിൽ ഒറ്റയുടെ സ്ഥാനത്ത് ഏതാ? ഒറ്റയുടെ സ്ഥാനത്ത് 7, 10ൻ്റെ സ്ഥാനത്ത് 2. ഈ സ്ഥാനത്ത് നമ്മൾ എന്താ പറയുക? 100. അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് 7, 10ൻ്റെ സ്ഥാനത്ത് 2, 100ൻ്റെ സ്ഥാനത്ത് 1. ഇവിടെയോ ഒറ്റയുടെ സ്ഥാനത്ത് 2, 10ൻ്റെ സ്ഥാനത്ത് 1. അപ്പോൾ നമ്മളിങ്ങനെ അടിയിലേക്ക് എഴുതുമ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റത്തെ എന്താ പറയുക, ഫസ്റ്റത്തെ സംഖ്യയാണല്ലോ നമ്മൾ ആദ്യം എഴുതാം. അപ്പോൾ അടിയിലത്തെ സംഖ്യ നമ്മൾ എഴുതുമ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് ഏതാ കിടക്കണത്? അത് ഇവിടത്തെ ഒറ്റയുടെ സ്ഥാനത്ത് എഴുതുക. 10ൻ്റെ സ്ഥാനത്ത് എത്ര നമ്പർ കിടക്കണത്? അതിവിടെ 10ൻ്റെ സ്ഥാനത്ത് എഴുതുക. 100ൻ്റെ സ്ഥാനത്ത് ഇവിടെ നമ്പർ ഇല്ല വെച്ചെങ്കിൽ 1 എഴുതണ്ട. അഥവാ നമ്പർ ഉണ്ട് വെച്ചെങ്കിൽ 100ൻ്റെ സ്ഥാനത്ത് എഴുതുക. മനസ്സിലായ? അപ്പം നമുക്ക് 127നെ നമുക്ക് 12 കൊണ്ട് കൂട്ടാം. അപ്പോൾ നമുക്ക് 3 വര വരയ്ക്കാം അല്ലേ. അപ്പോൾ ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് 12ൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് എത്രയാണ് കിടക്കുന്നത്? 2. 10ൻ്റെ സ്ഥാനത്തോ 1. 100ൻ്റെ സ്ഥാനത്ത് ഇവിടെ വലുതുണ്ടോ? ഇല്ല. അപ്പം നമുക്കിവിടെ 1 എഴുതണ്ട, ഇവിടെ 0ആണ്. അപ്പം എന്നിട്ട് നമുക്ക് കൂട്ടാം. 7ഉം 2ഉം കൂട്ടുക. 7 മനസ്സിൽ വെക്കുക, 2 വിരലെടുക്കുക. 7 കഴിഞ്ഞാൽ 8, 9. 9. 2 1 എത്രയാ? 2 കഴിഞ്ഞാൽ 3. ഇനി ഇവിടെ നമ്പർ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഈ നമ്പർ എന്ത് ചെയ്യുക? ഇങ്ങോട്ട് ഇറക്കിയിടുക. അപ്പോൾ 139. അപ്പോൾ 127 പ്ലസ് 12 എത്രയാ? 139. മനസ്സിലായ? ഇനി നമുക്ക് വേറൊരു കണക്കും കൂടി നോക്കാം 3 അക്ക സംഖ്യയുടെ. ഇനി അടുത്ത കണക്ക് നോക്കിയാലോ നമുക്ക്. 245 പ്ലസ് 134. അപ്പോൾ ഇവിടെയും 3 അക്ക സംഖ്യ ഉണ്ട്, ഇവിടെയും 3 അക്ക സംഖ്യ ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടുത്തെ സ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? 245 ഇത് ഒറ്റ, ഇത് 10, ഇത് 100. 134 4ൻ്റെ സ്ഥാനം ഏതാ കിടക്കണത്? ഒറ്റ. 3 10. 1 എന്തിൻ്റെ സ്ഥാനത്താണ് കിടക്കുന്നത്? 100ൻ്റെ സ്ഥാനത്ത്. അപ്പോൾ നമുക്കിനി കൂട്ടിയാലോ. അപ്പോൾ 245നെ നമ്മൾ ഇങ്ങോട്ട് ഇറക്കിയിട്ടു, വര വരച്ചു. കാരണം ഇത് ഒറ്റ, ഇത് 10, ഇത് 100. ഓരോ സ്ഥാനത്തും ശരിയായിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വര വരയ്ക്കുന്നത്. അറിയുന്ന മക്കൾക്ക് ഇങ്ങനെ വര വരയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട് വരയ്ക്കുന്നതാണ്. ഇനി നമുക്കിവിടെ ഏതാ? 134 അല്ലേ. അപ്പോൾ ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് ഏതാ? 134 4. 10ൻ്റെ സ്ഥാനത്തോ 3.
100ൻ്റെ സ്ഥാനത്തോ 1. നമുക്കിങ്ങനെ കൂട്ടാം. 5ഉം 4ഉം കൂട്ടുക. 5 മനസ്സിൽ വെക്കുക. 4 വിരലെടുക്കുക. 5 കഴിഞ്ഞാൽ 6, 7, 8, 9. ഒന്നിന് സ്പീഡ് വേണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് സ്പീഡാവുമ്പോൾ ചിലപ്പോൾ 2 വിരൽ ഒരുമിച്ച് മടങ്ങാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ ഡൗട്ടുള്ള മക്കൾക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞ രീതി ഉപയോഗിക്കാം. 4 വര വരയ്ക്കുക. ഇതും ശ്രദ്ധിക്കണം കേട്ടോ. 5 കഴിഞ്ഞാൽ 6, 7, 8, 9. 4ഉം 3ഉം എത്രയാ? 3 വിരലെടുക്കുക. 4 കഴിഞ്ഞാൽ 5, 6, 7. 2ഉം 1ഉം എത്രയാ? 1 വിരലെടുക്കുക. 2 കഴിഞ്ഞാൽ 3. മനസ്സിലായോ? അപ്പോൾ 245 പ്ലസ് 134 എത്രയാ? 379. മനസ്സിലായില്ലേ? അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് 2 അക്ക സംഖ്യയുടെ ഈ പ്രോബ്ലംസ് ചെയ്തു നോക്കാം. ഞാൻ ഇങ്ങനെ തന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് അറേഞ്ച് ചെയ്ത് എഴുതാൻ കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രോബ്ലംസ് തന്നുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒറ്റയുടെയും 10ൻ്റെയും സ്ഥാനമൊക്കെ നമുക്ക് ഫ്ലുവൻ്റ് ആവണം. വലിയ ക്ലാസ്സിലേക്കൊക്കെ എത്തുമ്പോൾ അതിനോട് സംബന്ധിച്ച കണക്കുകളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ആ സ്ഥാനങ്ങളൊക്കെ മനസ്സിലാവണം. ഒറ്റ, 10, 100 എന്നുള്ളതൊക്കെ. അപ്പോൾ ഇത് അറേഞ്ച് ചെയ്ത് എഴുതാനും നമുക്കറിയണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രോബ്ലംസ് തന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇത് എഴുതിയെടുത്തിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇത് നമ്മളിങ്ങനെ പ്രോബ്ലംസ് നമുക്ക് കൂടുതൽ ചെയ്യുമ്പോൾ ഈ സങ്കലനത്തിലെ കൂട്ടേണ്ട കാര്യത്തിൽ നമുക്ക് നന്നായിട്ട് സ്പീഡ് വരും. എന്നും നമുക്ക് വടി വരച്ച് ഇങ്ങനെ വര വരച്ച് കൂട്ടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൽ സ്പീഡ് വരാൻ വേണ്ടിയിട്ടാണ് ഈ ആക്ടിവിറ്റി ഒക്കെ അങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇത് ചെയ്യുക കേട്ടോ. അതുപോലെ ഈ ആക്ടിവിറ്റിയും ചെയ്യാം. ഇത് 3 അക്ക സംഖ്യയുടെയാണ്. ഇതും ഒറ്റ, 10 സ്ഥാനം അറേഞ്ച് ചെയ്തിട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് വേഗം എന്താ പറയുക, സങ്കലനം നല്ല ഫ്ലുവൻ്റായിട്ട് കിട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിച്ചെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു.